മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഉരുണ്ടുകളി തുടർന്ന് കേന്ദ്ര സർക്കാർ. തീരുമാനം അറിയിക്കാൻ കേന്ദ്ര സർക്കാർ 3 ആഴ്ച കൂടി സാവകാശം തേടി. ഏത് മന്ത്രാലയമാണ് തീരുമാനം എടുക്കേണ്ടത് എന്നതിൽ ആശയക്കുഴപ്പമെന്നാണ് കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ വിശദീകരണം. അതേസമയം കേരള ബാങ്ക് കടം എഴുതിത്തള്ളിയ കാര്യം ഹൈക്കോടതി വീണ്ടും ഓർമ്മിപ്പിച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ വീണ്ടും കേന്ദ്രം ഉരുണ്ടുകളിക്കുന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. കഴിഞ്ഞ മാസം 13-ാം തീയതി അവസാന അവസരമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഈ മാസം ഇന്ന് 10-ാം തീയതി അതിനുള്ള അന്തിമ തീരുമാനം അറിയിക്കണമെന്ന് കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. അതേസമയം കഴിഞ്ഞ തവണ കോടതിയിൽ ഹാജരാകുമ്പോൾ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനായില്ല എന്നുള്ള കാര്യമായിരുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ കോടതിയെ അറിയിച്ചിരുന്നത്. ഓണക്കാല അവധി കഴിഞ്ഞ ശേഷം താൻ നേരിട്ട് കോടതിയിൽ ഹാജരാകാം, അപ്പോൾ അറിയിക്കാമെന്നായിരുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ അന്ന് കോടതിയെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞത് കൃത്യമായി 10-ാം തീയതി, അതായത് ഇന്ന് അവസാന അവസരമാണ്, അന്തിമ അവസരമാണ്, മറ്റൊരു അവസരം കൂടി തരില്ല എന്ന് കേന്ദ്രത്തോട് കോടതി പറഞ്ഞിരുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നും വീണ്ടും കേന്ദ്രം വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഉരുണ്ട് കളിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഏത് മന്ത്രാലയമാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത്. അതേസമയം കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ഈ വായ്പകളെല്ലാം എഴുതിത്തള്ളിയ കാര്യവും കോടതി കേന്ദ്രത്തോട് സൂചിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രം ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകണം, ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കണം എന്നും ഹൈക്കോടതി സൂചിപ്പിക്കുകയുണ്ടായി. 3 ആഴ്ച സമയം നൽകിയിട്ടുണ്ട്. ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ എന്താണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ കാര്യത്തിൽ കേന്ദ്രം എടുക്കുന്ന നിലപാട് എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കകം 4-ാമത്തെ ആഴ്ചയിൽ കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. അപ്പോൾ കൃത്യമായ മറുപടി ഉണ്ടാകണമെന്നും ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് ജോബിൻ സബാസിനും അടങ്ങിയ ബെഞ്ച് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പാലിയേക്കരയിൽ ടോൾ പിരിവിനുള്ള വിലക്ക് തുടരും. തിങ്കളാഴ്ച വരെയാണ് ടോൾ പിരിവ് മരവിപ്പിച്ച നടപടി നീട്ടിയത്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ടോൾ പിരിവിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ജില്ലാ കളക്ടർ ഓൺലൈനായി കോടതിയിൽ ഹാജരായിരുന്നു. ഇതുവരെ നടന്ന നടപടികൾ കളക്ടർ കോടതിയിൽ വിശദീകരിച്ചു. ഇടക്കാല കമ്മിറ്റിയുടെ റിപ്പോർട്ടും കോടതി പരിഗണിച്ചു. പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം ടോൾ പിരിവ് മതിയെന്നാണ് കോടതി നിലപാടെടുത്തത്. എത്രയും വേഗം ടോൾ പിരിവ് അനുവദിക്കണമെന്ന നിലപാടിലാണ് ദേശീയപാത അതോറിറ്റി. ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ശബരിമലയിൽ ദ്വാരകപാലകരുടെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത് അനുചിതമാണ്. സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി വേണമെന്ന് ഉത്തരവുണ്ട്. ഹൈക്കോടതിയുടെ അനുമതിയും അനിവാര്യമായിരുന്നുവെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. അനുമതി തേടാൻ ദേവസ്വം ബോർഡിന് മതിയായ സമയം ഉണ്ടായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിമർശനം. സംഭവത്തിൽ വെള്ളിയാഴ്ച റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു.